പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്നവർക്കുള്ള പ്രതിഫലം ഈശോ പറയുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വച്ചു തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. കർത്താവ് പറഞ്ഞവയൊക്കെ നമുക്ക് ഏറ്റവും പ്രിയങ്കരവും പ്രിയപ്പെട്ടതുമാണ്. അവ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി വിട്ടുപേക്ഷിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം. അബ്രാഹാം വിട്ടുപേക്ഷിച്ചു, കർത്താവിൻ്റെ സ്വന്തമായി. വിശ്വാസികളുടെ പിതാവും ജനതകൾക്ക് അനുഗ്രഹവുമായി. അപ്പസ്തോലർ വിട്ടുപേക്ഷിച്ചു യേശുവിനെ പിഞ്ചുന്നു. അവർ ലോകത്തെ തലകീഴുമറിച്ചവരായി. കർത്താവിൻ്റെ സഭയുടെ നെടുംതൂണുകളായി. സ്വർഗത്തിൽ യേശുവോടൊത്ത് 12 സിംഹാസനങ്ങളിൽ ഉപവിഷ്ടരായി. യേശുവിനെയും സുവിശേഷത്തെയും പ്രതി നാം എന്തെങ്കിലും വിട്ടുപേക്ഷിച്ചിട്ടുണ്ടോ? വിശുദ്ധ പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ, നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കില്ല. ദൈവമക്കളെ, വിട്ടുപേക്ഷിച്ചാൽ 100 ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന്, അതായത് പരിശുദ്ധാത്മാ അഭിഷേകത്താൽ നിറയുമെന്ന്, ദൈവാത്മാവിൻ്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങളാൽ നിറയുമെന്ന് വിശുദ്ധ മർക്കോസ് 10:30. അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും ലഭിക്കുമെന്ന്. യേശുനാമത്തിൽ സകലരും രക്ഷിക്കപ്പെടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.